കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൽ നിന്നാണോ ഈ അറിയിപ്പുകൾ വൈകുന്നതും അല്ലെങ്കിൽ അറിയിപ്പുകൾ അവർ ബോധമോ വൈകുന്നതും അത്തരം പരാതി നേരത്തെ ഉയർന്നു കേട്ടിട്ടുണ്ട്? അതിന് സമാനമായ സാഹചര്യം ഇപ്പോഴുണ്ടോ? അങ്ങനെ പറയാൻ കഴിയില്ല. ഈ കാലാവസ്ഥ അറിയിപ്പുകൾ കിട്ടുന്നതിനുള്ള പലതരം മാർഗങ്ങളുണ്ട്. അത് കേന്ദ്ര കാലാവസ്ഥയുണ്ട്, ആഗോളതലത്തിലുള്ളതുണ്ട്, പലതരത്തിലുള്ള സംവിധാനങ്ങളുണ്ട്. അപ്പോൾ കൃത്യമായി കിട്ടുന്ന അറിയിപ്പുകൾ അത് കൃത്യമായി മറ്റു തലങ്ങളിലേക്ക് അറിയിച്ചില്ല എന്ന പ്രശ്നങ്ങളാണ് ഇവിടെ ഉയർന്നു വന്നിട്ടുള്ളത്. എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്നാണ് ഗവൺമെൻറ് കാര്യമായി പരിശോധിക്കേണ്ടത്. മുഖ്യമന്ത്രി പറയുന്നത് ഒരു പുതിയ ദുരന്ത നിവാരണ പ്രതിരോധ സംവിധാനം ഇനി നടപ്പിലാക്കാൻ പോവുകയാണ്. അതിനു വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങൾ തുടങ്ങിക്കഴിയുന്നു. കഴിഞ്ഞ 10 വർഷം സർക്കാർ ഈ ദുരന്ത പ്രതിരോധം നേരത്തെ മുൻകൂട്ടി കാണാനും അത് കണ്ടുപിടിക്കാനും എന്നുള്ള സംവിധാനങ്ങളൊന്നും നടപ്പിലാക്കിയിട്ടില്ല എന്നുള്ളൊരു വിമർശനം നിലവിൽ കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. ഈ 2018-ലെ 19 അനുഭവങ്ങൾ മുൻനിർത്തി അത് നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെ ഒരു പ്രത്യേകത ഈ കാര്യങ്ങൾ ഭാവനയിൽ പറയാൻ നല്ല കഴിവുണ്ടെന്നുള്ളതാണല്ലോ. അതാണ് ചിലപ്പോൾ നുണ എന്ന് പറയുന്നത്. പലരും വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പറയുന്നു എന്നുള്ളത് ഒരുപാട് കാര്യങ്ങളിൽ ഇപ്പം തന്നെ പുറത്തു വന്നിട്ടുണ്ടല്ലോ. ഇതിലിപ്പം അദ്ദേഹത്തിൻ്റെ ഭാവനക്കനുസരിച്ച് കാര്യങ്ങൾ നടക്കുന്നെങ്കിൽ നടക്കട്ടെ, അത് നല്ലത് തന്നെയാണ്. പക്ഷേ കഴിഞ്ഞ കാലത്തെ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരുന്നു എന്നുള്ളത് ജനങ്ങളെല്ലാവരും വിലയിരുത്തുന്നുണ്ട്. അത് അദ്ദേഹം കാണാതിരിക്കരുത്. അതിലേക്ക് ഞാനിപ്പോൾ ഏതായാലും പോകുന്നില്ല. ഞാൻ അത്ര ഒരു വിവാദത്തിലല്ല ഇപ്പം തയ്യാറാകുന്നത്. ഇപ്പം എല്ലാവരും ഒന്നിച്ച് നിൽക്കേണ്ട ഘട്ടമാണ്. ഒന്നിച്ച് നിന്നുകൊണ്ട് ഈ ഘട്ടം കടന്നു പോവുകയാണ് വേണ്ടത്. അതിൽ ചില വീഴ്ചകൾ പറ്റിയിരിക്കുന്നു. ആ വീഴ്ചകൾ പരിഹരിക്കാൻ സർക്കാർ സന്നദ്ധമാകണം. അത്രത്തോളം മാത്രമേ ഇപ്പം ഞാൻ പറയുന്നുള്ളൂ. മറ്റേ വളരെ കൂടുതൽ വിമർശനങ്ങൾ ഉന്നയിക്കേണ്ട ഒരു സമയമല്ല ഇത് എന്നുള്ളത് കൊണ്ടാണ് അതിലേക്ക് ഞാൻ കടക്കാത്തത്. രാജേഷിന്റെ കാര്യത്തിൽ വലിയൊരു വീഴ്ചയാണ് ഉണ്ടായത്. പക്ഷേ ഉദ്യോഗസ്ഥ തലത്തിലേക്ക് മാത്രം അവരുടെ താഴെക്കിടയിൽ പറ്റിയ വീഴ്ചയാണെന്നുള്ള രീതിയിലാണ് പലപ്പോഴും മന്ത്രിമാരൊക്കെ വ്യാഖ്യാനിക്കുന്നത്. കൃത്യമായിട്ടുള്ള നടപടിക്രമങ്ങളൊക്കെ ഇല്ലേ ഇങ്ങനെയുള്ള ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ ഈ ഇദ്ദേഹത്തെ കാണാതായപ്പോൾ തന്നെ അത് നാടിൻ്റെ ഒരു നൊമ്പരമായിട്ട് മാറുകയാണ്. കാരണം രക്ഷാപ്രവർത്തനത്തിനടക്കാണ് കാണാതാവുന്നത്. രക്ഷപ്പെട്ടയാൾ, ഇദ്ദേഹം രക്ഷപ്പെടുത്തിയയാൾ, അദ്ദേഹവും മാധ്യമങ്ങളോട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതെല്ലാം കൂടി നാടിൻ്റെ ശ്രദ്ധയിൽ നല്ല നിലക്കത് വന്നു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അത്തരം ഒരു കാര്യത്തിൽ അവിടെയുള്ള ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ മാത്രം നടപടിയെടുക്കുക എന്നുള്ളതല്ല വരിക. എവിടെയെല്ലാം ശ്രദ്ധിക്കപ്പെടണമോ അവിടെയെല്ലാം ആ ശ്രദ്ധ അപ്പോഴേക്ക് എത്തും. അതിൻ്റെ ഭാഗമായുള്ള ഇടപെടലുകൾ വരും, സ്വാഭാവികമായിട്ടുള്ള ബന്ധപ്പെടലുകൾ വരും, എന്തായി എന്ന ചോദ്യങ്ങളുണ്ടാവും. എല്ലാം ഉണ്ടായോ എന്നതാണ് ഇവിടെ ചിന്തിക്കേണ്ടത്. അത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, അത്തരം കാര്യങ്ങളിലേക്ക് ഇപ്പോൾ കൂടുതലായിട്ട് പോകാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൽ സാധാരണഗതിയിൽ സംഭവിക്കാൻ പറ്റാത്തൊരു വീഴ്ച സംഭവിച്ചിരിക്കുന്നു. മറ്റൊരാളെ രക്ഷപ്പെടുന്നതിന് വേണ്ടി സ്വന്തം ജീവൻ അർപ്പിച്ച ഒരു വ്യക്തിയോട് അങ്ങേയറ്റത്തെ അനാദരവുണ്ടായിരിക്കുന്നു. അതിൽ സർക്കാർ ഫലപ്രദമായ ഇടപെടൽ ഉണ്ടാവണം. ക്ഷേമ പെൻഷൻ്റെ കാര്യത്തിൽ ക്ഷേമ പെൻഷൻ നമ്മുടെ നാട്ടിൽ കുറ്റമറ്റ രീതിയിൽ നടന്നു പോവുകയാണ്. അതിൽ ഈ പറയുന്ന ഇപ്പം വാർത്തകളിൽ കണ്ടത് ആരോഗ്യമുള്ള ആളുകൾക്ക് പെൻഷൻ നേരിട്ട് അക്കൗണ്ടിലേക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അതിനോട് സാധാരണഗതിയിൽ വലിയ വിയോജിപ്പുണ്ടാവില്ല. പക്ഷേ പ്രശ്നം എന്താ, ഇവിടെ കൊടുക്കുന്നത് നേരിട്ട് പോയി അക്കൗണ്ടിൽ നിന്ന് എടുക്കാൻ ശേഷിയില്ലാത്ത, അങ്ങനെ ചലനശേഷിയില്ലാത്ത ആളുകളുണ്ട്. കുറേ പേര് പ്രായത്തിൻ്റെ വല്ലാത്ത അവശതയുള്ളവർ, ചിലർ പൂർണ്ണമായി കിടപ്പിലായി പോയവർ, അങ്ങനെയുള്ള ആളുകളുണ്ട്. ഇവരുടെ ആകെ പണം ഇനി ഈ പെൻഷൻ മുഴുവൻ അക്കൗണ്ടിലേക്കാണ് പോവുക എന്ന് ഒറ്റയടിക്ക് തീരുമാനിക്കുന്ന ഒരു തരത്തിലും ഭംഗിയായിട്ടുള്ള കാര്യമല്ല. അതിനെക്കുറിച്ചൊരു പഠനം ഗവൺമെൻറ് നടത്തണമല്ലോ. അങ്ങനെയാണെങ്കിൽ എന്താണ് അവസ്ഥ, ഇവരുടെ കൂട്ടത്തിൽ എത്ര പേര് ഇങ്ങനെ ഈ ഗവൺമെൻറ് വിചാരിക്കുന്ന പോലെ പോയിട്ട് അക്കൗണ്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ആരോഗ്യസ്ഥിതിയുള്ളവരുണ്ടോ? അത് പഠിച്ചുകൊണ്ടല്ലേ ചെയ്യേണ്ടത്. അങ്ങനൊരു പഠനവും നടത്തിയിട്ടില്ല. അപ്പോൾ ഫലത്തിൽ ഇത് പെൻഷനെ പ്രതികൂലമായി ബാധിക്കുന്ന അവസ്ഥയിലേക്കാണ് എത്തുക. അത് ശരിയായ രീതിയല്ല, അത് ശരിയായ നടപടിയല്ല. അപ്പോൾ കിടപ്പിലായി പോയവർ, പൂർണ്ണ ആരോഗ്യമില്ലാത്തവർ, പോയി അക്കൗണ്ട് കൈകാര്യം ചെയ്യാൻ പറ്റാത്തവർ, അവർക്ക് വീട്ടിലെത്തിച്ചു കൊടുക്കുന്ന സാഹചര്യം തന്നെ തുടരേണ്ടതായിട്ടുണ്ട്. രാഷ്ട്രീയ മുതലെടുപ്പ് നടക്കുന്നു എന്നുള്ളൊരു പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു പരിഷ്കരണം
പരിഷ്കരണത്തിലേക്ക് പോയത്? അതായത് സഹകരണ സ്ഥാപനങ്ങൾ അതൊക്കെ CPM നിയന്ത്രണത്തിലുള്ളതാണ്, അപ്പോൾ അതിലൊരു CPM കാർഡ് കൊടുക്കുന്നു എന്നുള്ള രീതിയിലേക്ക് വരും എന്നൊരു ആശങ്കയാണ് പറയുന്നത്. CPM കാർ കൊടുക്കുന്നെന്ന് വന്നിട്ടാണല്ലോ UDF വന്നത്. അപ്പം അതുകൊണ്ട് വലിയ ദോഷമൊന്നും പറ്റിയിട്ടില്ലല്ലോ. ഇപ്പോൾ കേരളത്തിൽ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ UDF ജയിച്ചു വരാൻ കഴിഞ്ഞല്ലോ. ഈ പെൻഷൻ കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വല്ലാതെ CPM-നോ LDF-നോ വല്ലാതെ പിന്തുണ കിട്ടിയെന്ന് പറയാൻ പറ്റില്ലല്ലോ. യഥാർത്ഥത്തിൽ കാണേണ്ടത് എന്താ, അത്തരം കാര്യങ്ങളൊന്നുമല്ല നോക്കേണ്ടത്. ഒരാൾ അയാൾക്ക് നേരെ ചൊവ്വയെ നീങ്ങാൻ കഴിയില്ല, അയാൾക്ക് പെൻഷൻ അർഹതയുണ്ട്. പെൻഷൻ അക്കൗണ്ടിൽ കൊടുത്താൽ ആ അക്കൗണ്ടിൽ കൊടുത്ത കാശ് മറ്റൊരാളുടെ സഹായത്തോടെ പോയിട്ട് മാറേണ്ടി വരും. അങ്ങനെ മാറുമ്പോൾ ചിലരുടെ കാര്യത്തിൽ ആ പണം മുഴുവനായിട്ട് അയാൾക്ക് കിട്ടിയില്ലെന്ന് വരും. ഇപ്പം നേരിട്ട് കൊടുക്കുമ്പോൾ ആ പണം മുഴുവനായിട്ട് കയ്യിൽ കിട്ടും. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കുന്ന ചില സാമൂഹ്യ പ്രശ്നങ്ങളുണ്ട്. അതുകൂടി കണക്കിലെടുത്തുകൊണ്ട് വേണം കാര്യങ്ങൾ തീരുമാനിക്കാൻ. എല്ലാം രാഷ്ട്രീയ കണ്ണിൽ കാണുന്ന നിലയുണ്ടാകരുത്. എന്നാൽ അതേസമയം ആരോഗ്യമുള്ളവരുണ്ടെങ്കിൽ അവരുടെ കാര്യത്തിൽ ആവശ്യമായ തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യാം.